നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതുവരെ പറഞ്ഞത് ഇൽമ തന്നെയാണ്, ഇൽമൊന്നുമല്ല. ഒരു വലിയൊരു ഇൽമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഉണ്ട്, വാപ്പുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് വേണ്ടി ഞാൻ എന്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് വർഷങ്ങളായി, വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്ത് ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, കൂട്ടുകുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു? യാസീനോദി, ഓക്കെ. ഖുർആനോദി, ഓക്കെ. സിയാറത്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ. അതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നാ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? മഹാന്മാരായ വ്യക്തികൾ പറഞ്ഞു തരുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അൽഹംദുലില്ലാഹ്, ലൈവിൽ 65ഓളം ആളുകളുണ്ട്. ആ ലൈവിലുള്ള ആളുകളോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, ഉസ്താദ് ഈ പറയാൻ പോകുന്ന ഇൽമ് നിങ്ങളെ കയ്യിൽ പേനുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ സമയം നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ ഇൽമ് ജീവിതത്തിൽ ചെയ്താൽ മതി, പ്രവർത്തിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലൈവിലുള്ള ആളുകൾ ചെയ്യാൻ റെഡിയല്ലേ? റയ്യാഹിൻ കുടുംബങ്ങൾ ഒരു ഇൻഷാ അല്ലാഹ് വേണ്ടി നോക്കട്ടെ. ഇവിടെയുള്ള ഉമ്മമാരുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആൾക്കാരെ ലൈക്ക് അടിക്കുന്നുണ്ട്, ലൈക്ക് അടിക്കണ ഒരു ഇൻഷാ അല്ലാഹ് എഴുതി വേണ്ടി നോക്കട്ടെ. ഇതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു 3 ഇൻഷാ അല്ലാഹ് മതി ബർക്കത്തിന്. അപ്പൊ ഇതിനേക്ക് ഒരാൾക്കാരെ വിടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഇൽമ കേൾക്കുന്ന ഒരുപാട് മുത്തു മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. പറയാൻ പോവാം, മയ്യത്തിന് ഖബറിൽ സന്തോഷം കിട്ടാനുള്ള നിസ്കാരവും അതിന്റെ രൂപവും. മയ്യത്തിന് ഖബറിൽ സന്തോഷം കിട്ടാനുള്ള നിസ്കാരവും അതിന്റെ രൂപവും, നിസ്കരിച്ചാൽ കിട്ടുന്ന ആളുകൾക്കുള്ള പ്രതിഫലം പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചോളിട്ടാ, വലിയ ഇൽമാണത്. ഒന്നാമത്തേത് നിയ്യത്ത് വെക്കുക. എങ്ങനെ ഉസ്താദ് നിയ്യത്ത് വെക്കുക? പച്ച മലയാളത്തിൽ വെച്ചാൽ മതി. അള്ളാഹ്ക്ക് എല്ലാ ഭാഷ അറിയാം. ഇപ്പൊ ഒരാൾ അറബി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാതിരിക്കല്ലേ. അള്ളാഹ് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ നിങ്ങൾ ദ്വാരുന്നാൽ മതി. പടച്ചോൻ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, പാനുള്ളവരൊക്കെ എഴുതി വെച്ചോളിട്ടോ. ഒന്നാമത്തേത് നിയ്യത്ത് വെക്കുക. എങ്ങനെ നിയ്യത്ത് വെക്കുക? ഇന്നാനിന്ന് പറയുന്ന മയ്യത്തിന്റെ പേരിലുള്ള സന്തോഷം കൊണ്ടാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. ഉദാഹരണം പറഞ്ഞപ്പോ ഞാനിപ്പോ പറയാം, എന്റെ വല്യപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പൊ എന്റെ വല്യപ്പാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നതെങ്കിൽ, പടച്ചവനെ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എന്റെ വല്യപ്പാന്റെ ഖബറിൽ സന്തോഷം കിട്ടാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. നിയത്ത് മനസ്സിലായോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെ ഉമ്മയാണോ മരണപ്പെട്ടെങ്കിൽ ആ ഉമ്മാന്റെ പേര് വെച്ചിട്ട് നിയത്ത് വെക്കുക. ഉപ്പയാണോ മരണപ്പെട്ടതെങ്കിൽ മക്കളാണെങ്കിൽ അവിടെ ഇന്നാനിന്നത് എന്ന് പറയാൻ കാരണം ആരാണോ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വെച്ചാൽ മതി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നിയത്ത് വെച്ചിട്ട് നമ്മൾ സാധാ പോലെ നിസ്കരിക്കുന്ന അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി ശേഷം നമ്മൾ സാധാ പോലെ വജ്ജഹത്തു വജീഹി ഫതറ സമാവാതി വൽ വജ്ജഹത്തു ഓതി അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ആദ്യ നിയ്യത്ത്, പിന്നെ വജ്ജഹത്തു, പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക. പിന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം. വീണ്ടും പറയണേ, ആദ്യ നിയ്യത്ത് വെക്കുക, പിന്നെ വജ്ജഹത്ത് ഓതുക, പിന്നെ ഫാത്തിഹ ഓതുക, പിന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതുക. 4 ആയില്ലേ? 5 അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ എന്ന് പറയുന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക.
മനസ്സിലാകണ്ടോ? നിയ്യത്ത് വെക്കുക, വജ്ജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ആയത്തുൽ കുർസി ഓതുക, അൽഹാഖുമുത് തഖാസുർ ഹത്താ സുറത്തുൽ മകാബിർ എന്ന് പറയുന്ന സൂറത്തും ഒരു പ്രാവശ്യം ഓതുക. പിന്നെയുള്ളത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 11 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. ലൈവിലുള്ള ഉമ്മമാരെ എത്ര പ്രാവശ്യമാണ്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്? എത്ര പ്രാവശ്യമാണ്? ആരും മിണ്ടുന്നില്ലല്ലേ റബ്ബേ? പള്ളിക്കാട്ടിൽ സലാം പറഞ്ഞ പോലെ ആയോ? 11 പ്രാവശ്യം. മാഷാ അല്ലാഹ്. 11 അൽഹംദുലില്ലാഹ്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. പിന്നെയോ ആ ഒരു സെക്ഷൻ പൂർത്തിയായി. ഒന്നും കൂടി പറയട്ടോ. 1 നിയ്യത്ത്, 2 വജ്ജഹത്ത് ഓതുക, 3 ഫാത്തിഹ ഓതുക, 4 ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം, അൽഹാഖുമുത് തഖാസുർ ഒരു പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം. രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ തന്നെ. രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ തന്നെ വജ്ജഹത്ത് ഓതണ്ട കേട്ടോ, ബാക്കിയൊക്കെ സെയിം ആണ്. രണ്ടാമത്തെ റക്അത്തിൽ ഇതുപോലെ ഫാത്തിഹ ഓതുക, സൂറത്തുൽ ആയത്തുൽ കുർസി ഓതുക, അൽഹാഖുമുത് തഖാസുർ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക രണ്ടാമത്തെ റക്അത്തിൽ. എന്നിട്ട് നിസ്കരിച്ച ശേഷം പടച്ചവനോട് ഇങ്ങനെ പറയാം, അല്ലാഹുവേ, ഞാൻ ഈ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം ഇന്നാനിന്ന് പറയുന്ന എന്റെ ഭർത്താവ്, ഇന്നാനിന്ന് പറയുന്ന എന്റെ ഉപ്പ, ഇന്നാനിന്ന് പറയുന്ന എന്റെ വല്യപ്പ വല്യമ്മ, ഇന്നാനിന്ന് പറയുന്ന എന്റെ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ വ്യക്തിയുടെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബിന് എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുക. മനസ്സിലാകണ്ടോ?